ആ മാലാഖവൃന്ദത്തോട് ചേർന്ന് ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ സകല സമ്പന്നതയുടെയും ഉറവിടമായ യേശുവിന് നമ്മൾ തന്നെ സമർപ്പിക്കുക. എല്ലാ ആത്മീയ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ വിശുദ്ധനായവനെ എന്നും വിശുദ്ധമായ മനസ്സോടെയും ഹൃദയത്തോടെയും സ്വീകരിക്കാൻ എല്ലാ കൃതമായ മേഖലകളെയും പാപാവസ്ഥകളെയും വിട്ടുപേക്ഷിക്കുവാൻ കൃപയ്ക്കരുത്. നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായ അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവായി മഞ്ഞിക്കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം